മണ്ഡലം രൂപീകരിച്ചതു മുതൽ ചെങ്കൊടി പാറിയ മണ്ഡലം. 2019 UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസാണ് ചെങ്കോട്ടയിൽ നിന്ന് പാട്ടും പാടി ജയിച്ചത്. പാലക്കാട് ജില്ലയിലെ 4, തൃശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലത്തൂരിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. 2024 ആലത്തൂരിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? 2 സ്ഥാനാർത്ഥികളെ ഇവിടെയുമായിട്ടുള്ളൂ. വയനാട് പോലെ തന്നെ ഇവിടെയും NDA കാൻഡിഡേറ്റ് ഇസ് മിസ്സിംഗ്. അവിടുത്തെ ആളുകൾ ചോദിക്കുന്നു NDAയുടെ സ്ഥാനാർത്ഥി എവിടെയെന്ന്. ആലത്തൂരിൽ 2024 സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് MP രമ്യ ഹരിദാസ് കോൺഗ്രസിന് വേണ്ടി കുറിയിറങ്ങുമ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണനെയാണ് CPIM അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. സീറ്റ് തിരിച്ചുപിടിക്കുക, ചെങ്കോട്ട, അങ്ങനെ കോൺഗ്രസ് കൊണ്ടുപോകേണ്ട കോട്ട തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയെ, അവിടെയൊക്കെ ജനകീയനായ ഒരു നേതാവിനെ ഇറക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന എന്താണ്? ഇക്കുറിയും പാട്ടും പാടി ജയിക്കാൻ കഴിയുമോ രമ്യ ഹരിദാസിന്? കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ രമ്യ ഹരിദാസ് സ്വന്തമാക്കിയത് 5,33,815 വോട്ടുകളാണ്. നോക്കൂ, PK ബിജു ആയിരുന്നു അന്നവിടെ സ്ഥാനാർത്ഥി. PK ബിജുവിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്ന അപസ്വരങ്ങൾ രമ്യയ്ക്ക് അനുകൂല സ്വരങ്ങളായി മാറിയതാണ് കണ്ടത്. 3,74,847 വോട്ടേ ഇടതുകോട്ടയിൽ PK ബിജുവിന് പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. TV ബാബു അവിടെ സ്വന്തമാക്കിയത് 89,837 വോട്ടുകളാണ്. 1,58,968 എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗറോടുകൂടി രമ്യ ഹരിദാസിന്റെ അരങ്ങേറ്റം നമ്മൾ കാണുന്നു ആലത്തൂരിൽ. മുന്നണികൾ തിരിച്ചുള്ള വോട്ട് വിഹിതം, അതിലുമുണ്ട് വലിയ അന്തരം. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 16% നിൽക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാകും എത്രത്തോളം വലിയ ആധിപത്യം അവിടെ രമ്യ ഹരിദാസിനും സംഘത്തിനും സ്വന്തമാക്കാൻ കഴിഞ്ഞുവെന്ന്. 52.37% UDFിന്റെ വോട്ട് വിഹിതം, LDFിന്റേത് 36.77%. NDA 10% പോലും എത്തിയില്ല അവിടെ എന്നതും ശ്രദ്ധേയമാണ്. 8.81%. 10-ലെത്തിയില്ല കഴിഞ്ഞ തവണ. ഇക്കുറി സ്ഥാനാർത്ഥിയുമായിട്ടില്ല NDAക്ക് ഇതുവരെ. 2021 തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നാൽ നിയമസഭയിൽ എങ്ങനെയാണ് ആലത്തൂർ ചിന്തിച്ചത്? ആലത്തൂരിന്റെ ഒരു സ്വഭാവം പ്രകടമാക്കിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മൾ കണ്ടത്. ആലത്തൂർ ചുവന്ന് 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 തുടുത്തു കിടക്കുന്നതാണ് 2021 നമ്മൾ കണ്ടത്. നോക്കൂ, ഇക്കുറി ഇതാണ് കെ രാധാകൃഷ്ണനെ ഫീൽഡ് ചെയ്യുന്നതിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവിടെ LDFിന് കൂട്ടുന്നതും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, സാമുദായിക സമവാക്യങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആലത്തൂരിൽ. കാരണം നോക്കൂ, ഹിന്ദു വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട് ആലത്തൂരിൽ. ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും തമ്മിലുള്ള ഒരു കമ്പാരിസണിലേക്ക് പോയാൽ ആ പിക്ചർ കുറച്ചുകൂടി വ്യക്തമാകും. നോക്കൂ, 75.30% ഹിന്ദു വോട്ടുകൾ അവിടെയുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകൾ 8.90%, മുസ്ലിം വോട്ടുകൾ 15.10%, മറ്റുള്ളവർ 0.7%. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു സാമുദായിക സമവാക്യം നിൽക്കുന്നത്. ആലത്തൂരിൽ ഇക്കുറിയും പാട്ടും പാടി ജയിക്കുമെന്നാണ് മാഡം നമ്മളോട് രമ്യ ഹരിദാസ് പറഞ്ഞത്. പക്ഷേ ഇറങ്ങുന്ന എതിരാളി എന്ന് പറയുന്നത് മന്ത്രി കെ രാധാകൃഷ്ണനാണ്. അതെ, മന്ത്രി കെ രാധാകൃഷ്ണൻ എല്ലാവർക്കും സ്വീകാരനായ മന്ത്രിയാണ്. നല്ല മനുഷ്യൻ എന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം സ്വീകാരനാണ്. പക്ഷെ അതേസമയം അതിലൊരു സംശയം വരുന്നത് സർക്കാരിനെതിരായ ജനവികാരം, സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗമായ മന്ത്രി അവിടെ മത്സരിക്കുമ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കും എന്നൊരു കൗതുകമായിരിക്കും. അതിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലം തന്നെയാണ്. അതെ, പക്ഷേ ചേലക്കരയാണല്ലോ അദ്ദേഹത്തിന്റെ മണ്ഡലം, അല്ലെ? രാധാകൃഷ്ണൻ മണ്ഡലം കൂടി ഉൾപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ്. നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ സമ്പൂർണ്ണമായും LDF അതെ, സമ്പൂർണ്ണമായും LDFിന് ആധിപത്യമുള്ള ലോക്സഭാ മണ്ഡലം. 7 സീറ്റും LDFിന്റെ കയ്യിലാണ്. 7 സീറ്റും LDFിന്റെ കയ്യിലാണ്. 2 ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു 2019. ഒന്ന്, PK ബിജു അവിടെ ഒട്ടും തന്നെ അഭിമതനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല. വളരെ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു ബിജുവിനെതിരായിട്ട് വികാരം, ആന്റി MP വികാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഘടകമായിരുന്നു. പിന്നെ രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു പുതുമുഖം വന്നു. ഈ പാട്ട് പാടുന്ന പെങ്ങൾ കൂട്ടിയെന്നൊരു ഇമേജ് വന്നു. അതിനോടൊപ്പം മറ്റ് പിന്നെ ഈ പറയുന്ന ശബരിമല ഇഷ്യൂവും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒക്കെ കൂടെ ചേർന്നിട്ടുണ്ട് വലിയ വിജയമാണ്. 16% വോട്ടിന്റെ ഡിഫറൻസിലാണ് വിജയിച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ രാധാകൃഷ്ണൻ അത് പിന്നെ ഈ രമ്യ ഹരിദാസിന് എതിരെ വിജയിക്കണമെങ്കിൽ 17% വോട്ട് വർദ്ധിപ്പിക്കണം. അത് വലിയ ടാസ്ക്കാണ്. പക്ഷേ ഈ നേരത്തെ സ്മൃതി പറഞ്ഞ കണക്ക് രാധാകൃഷ്ണൻ വളരെ പ്രിയപ്പെട്ട ആളാണ് ആലത്തൂരുകാരെ സംബന്ധിച്ചിടത്തോളം. മന്ത്രി എന്നുള്ള നിലയ്ക്കൊന്നും അല്ല കേട്ടോ, അല്ലാതെ തന്നെ രാധാകൃഷ്ണൻ വലിയ ഇമേജാണുള്ളത്. അതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം ഈ മന്ത്രി എന്നുള്ള നിലയ്ക്ക് രാധാകൃഷ്ണനെതിരെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രശ്നം, മന്ത്രിയായി തന്നെ രാധാകൃഷ്ണൻ തുടരണമെന്ന് അവിടുത്തെ നല്ലൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. കാരണം വെച്ചാൽ അദ്ദേഹം മന്ത്രിയായി വന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ള ആ സമയത്താണ് അദ്ദേഹത്തെ MP ആക്കാനുള്ള ഒരു നീക്കം നടന്നത്. അപ്പോൾ അതിനോടൊരു എതിർവികാരമുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 75% ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതൊരു സംവരണ മണ്ഡലമാണ്. അതൊരു സംവരണ മണ്ഡലമാണ്. ആ സംവരണ മണ്ഡലത്തിൽ ഹിന്ദുക്കൾ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നല്ല ആധിപത്യമുള്ളൊരു മണ്ഡലമാണ്. അവിടെ രമ്യ ഹരിദാസും ഒട്ടും മോശമായൊരു സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പം നല്ല തീപാറുന്ന മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് ആലത്തൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നൊരു മണ്ഡലവും ആലത്തൂരാണ്. ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ ഒരു കാൻഡിഡേറ്റ്സ് വളരെ പ്രധാനമാണ്. രാധാകൃഷ്ണന്റെ ഒരു ആക്സെപ്റ്റൻസ് വളരെ പ്രധാനമാണ്. എന്നാലും മന്ത്രി വേണോ MP വേണോ എന്ന് ആലത്തൂരിലെ ആളുകൾ, രാധാകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആലോചിച്ചാൽ
ഇഷ്ടപ്പെടുന്നവർ പ്രശ്നമാണ്. തോൽപ്പിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ അവിടുത്തെ ഒരു കൗതുകമായിട്ടുള്ള ഇഷ്ടം ചോദ്യം എന്ന് ഇഷ്ടം കഷ്ടമായി മാറുമോ ആലത്തൂരിൽ? അതാണ് ആലത്തൂർ ഉയർത്തുന്ന രാധാകൃഷ്ണൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം അവിടെ മത്സരിക്കാനായിട്ട്. ഇല്ല എന്ന് തന്നെ പരസ്യമായി പക്ഷേ പറഞ്ഞു. പരസ്യമായി അദ്ദേഹം പാർട്ടിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മത്സരിക്കാൻ പാർട്ടി അങ്ങനെ ഒരു കാരണം വെച്ചാൽ ഇവിടെ ഈ പ്രാവശ്യം സുജയ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച വിജയസാധ്യതയുള്ള ആളുകളെ നോക്കി രംഗത്തിറക്കി ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പൊ രണ്ടെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം UDF കിട്ടിയ ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് പോയതുകൊണ്ടാണ്, ഒരു MP അങ്ങോട്ട് പോയതുകൊണ്ടാണ്. എന്നാലും 19 ഒന്നും എടുക്കുകയാണെങ്കിൽ ഒരു 5 സീറ്റെങ്കിലും പിടിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നമാണ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിപ്പോ ഇന്നും ബിനോയ് വിശ്വം അടക്കം പറഞ്ഞിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ കൂടെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വലിയ രീതിയിൽ 5 അങ്ങനെ വിലയിരുത്തിയാൽ മന്ത്രി തോൽക്കുമെന്ന് മന്ത്രിക്ക് തന്നെ ആശങ്കയുണ്ടാകും. മന്ത്രി വ്യക്തി എന്ന നിലയിൽ വിലയിരുത്തപ്പെടുകയാണെങ്കിൽ ജയിക്കാനുള്ള എല്ലാ ഘടകങ്ങളും അദ്ദേഹത്തിന് ഫേവറബിൾ ആയി അവിടെ നിൽക്കുന്നുണ്ട് ആലത്തൂർ. അതെ, അപ്പോൾ ആ അർത്ഥത്തിൽ ആലത്തൂർ വളരെ തീപാറുന്ന മണ്ഡലമാണ്. നല്ല പോരാട്ടമാണ് ആലത്തൂർ നടക്കുന്നത്. ഏകപക്ഷീയമല്ല അവിടുത്തെ മത്സരം. എന്തായാലും അത് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം. രാധാകൃഷ്ണൻ നല്ലൊരു മത്സരം കാഴ്ചവെക്കും. 16% വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് UDF വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. രമ്യ ഹരിദാസ് അങ്ങനെ മോശപ്പെട്ട സ്ഥാനാർത്ഥിയുമല്ല. അതുകൊണ്ട് പിന്നെ ഈ സമുദായ സമവാക്യങ്ങൾ രണ്ടു കൂട്ടർക്കും അനുകൂലമാകും കേട്ടോ. ഇനി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ഇവരിൽ ആരുടെ വോട്ട് ചോർത്തുന്ന ആളായിരിക്കും, അവിടെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം വെച്ചാൽ ഇപ്പം ഈ രണ്ട് വിഭാഗങ്ങൾക്ക് ഇപ്പം ഈ 75% പിന്നെ ഹിന്ദു വോട്ടുള്ള സ്ഥലം ഏതാണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് കൂടി ചേരുമ്പോൾ 19% വരും എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ എല്ലാ സമുദായ വിഭാഗങ്ങളും ഇടതുപക്ഷത്തോടും അതേപോലെ തന്നെ വലതുപക്ഷത്തോടും ഒരേപോലെ ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മണ്ഡലമാണ് യഥാർത്ഥത്തിൽ ആലത്തൂർ എന്ന് പറയുന്നത്. അവിടെ കാറ്റ് എങ്ങനെ വീശും എന്ന് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ആലത്തൂരിൽ ചൂടൽപ്പം കൂടുമെന്നുള്ള ഉണ്ണിസാറിന്റെ ആ ഒരു ഫൈനൽ കമന്റോട് കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇലക്ഷൻ ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.